എസ് രാജമൗലിയുടെയും മഹേഷ് ബാബുവിന്റെയും ആരാധകർ അക്ഷമയോടെ ഇരുവരും ഒന്നിക്കുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ്. എസ്.എസ്.എം.ബി. 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായി ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട്. ഇപ്പോഴിതാ നായിക പ്രിയങ്ക ചോപ്ര സിനിമയുടെ ഭാഗമായി ഹൈദരാബാദിൽ എത്തിയിരിക്കുകയാണ്. പ്രിയങ്ക എയർപോർട്ടിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബ്രൗൺ നിറത്തിലുള്ള ഹൂഡി വസ്ത്രത്തിലാണ് നടിയെ കാണപ്പെടുന്നത്. രാജമൗലി മഹേഷ് ബാബുവിനൊപ്പം ആദ്യമായാണ് ഒന്നിക്കുന്നത്. 1300 കോടി ബജറ്റിലാകും ചിത്രം ഒരുക്കുക. സിനിമയുടെ കോ-പ്രൊഡ്യൂസറായ തമൻസ് റെഡ്ഡി ഭദ്രാജ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. RRR കൊണ്ടാണെന്നും രാജമൗലി നിർത്തില്ല. ഈ സിനിമയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് 1300 കോടിയാണ്. ഹോളിവുഡിൽ വൻപൻ സ്റ്റുഡിയോകളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായി ഈ ചിത്രം മാറുമെന്ന് തമൻ റെഡ്ഡി ഭരദ്വാജ് പറഞ്ഞു. ചിത്രം 2028 റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് എസ്.എസ്.എം.ബി. 29 തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞത്. M. കീരവാണിയുടെ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.